സോ വിത്ത് ഡീപ്പ് ടൈം കംസ് ദ പ്രോബ്ലം ഓഫ് പെർസെപ്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. കാരണം പ്യുവർ പെർസെപ്ഷനും പ്യുവർ റെപ്രസെൻറ്റേഷനും നമുക്ക് ഡോക്യുമെൻറ്റഡ് സോഴ്സസ് ആവശ്യമാണ്. അതിന് ഹിസ്റ്റോറിക്കൽ ടൈം കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൈമിനെ രേഖപ്പെടുത്തുന്നതാണ് ആന്ത്രപ്പോസീൻ എങ്കിൽ, അല്ലെങ്കിൽ അതിനെ കാണിക്കണമെങ്കിൽ അതിനെ ജിയോളജിക്കൽ ഇപ്പോക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഡീപ്പ് ടൈം വേഴ്സസ് ഹിസ്റ്റോറിക്കൽ ടൈം, ദർ ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡീപ്പ് ടൈം ആൻഡ് ഹിസ്റ്റോറിക്കൽ ടൈം ആസ് ഫാർ ആസ് ആന്ത്രപ്പോസീൻ ഈസ് കൺസേൺഡ്. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ ഡീപ്പ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിയോളജിക്കൽ ടൈമാണ്. ഭൂമിയുടെ ലേയേഴ്സ്, റോക്ക് ലേയേഴ്സ് പരിശോധിച്ച് നമ്മൾ ആ സാമ്പിൾ നോക്കി നമ്മൾ ഭൂമിയെ പല കാലഘട്ടങ്ങളായിട്ട് ഭൂമിയുടെ ഒറിജിൻ ഇത്ര കാലം മുമ്പേ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്ന ഓരോരോ കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈറാസും ഇയോൺസും ഇപ്പോക്സും ഏജസും പീരീഡ്സും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ വലിയ കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ജിയോളജിക്കൽ ടൈം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് രേഖപ്പെട്ട ചരിത്രങ്ങളനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള താളിയോലകളും ഗ്രന്ഥങ്ങളും ഒക്കെ നോക്കി നമുക്ക് പല പല കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓൾഡ് സ്റ്റോണേജ്, മിഡിൽ സ്റ്റോണേജ്, ന്യൂ സ്റ്റോണേജ്, മിഡിൽ സ്റ്റോണേജ് ഓർ മെസോലിത്തിക് ഏജ്, ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആന്ത്രപ്പോസീൻ വരുമ്പോഴേക്കും, ആന്ത്രപ്പോസീൻ നമ്മളെപ്പോഴും ഒരു ജിയോളജിക്കൽ ടൈമായിട്ട് അതിനെ നമ്മൾ അൺഒഫീഷ്യലി കാണുമെന്ന് പറഞ്ഞു. ഇപ്പോക്ക്, ഒരു ജിയോളജിക്കൽ ഇപ്പോക്കായിട്ട് ഒരു ഇപ്പോക്കിന് പേര് കൊടുത്തിരിക്കുന്നതാണ് ആന്ത്രപ്പോസീൻ. അതായത് ഇപ്പോഴത്തെ ഇപ്പോക്ക്, ഈ ഒരു കാലഘട്ടം 100 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 300 ഈ വർഷങ്ങളെന്ന് പറയുന്നത് ആന്ത്രപ്പസീനാണ് എന്ന് നമ്മൾ അൺഒഫീഷ്യലി പേര് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? അൺഒഫീഷ്യലി ഇഫ് യു ആർ റെക്കഗ്നൈസിങ് ഇറ്റ് ആസ് ജിയോളജിക്കൽ ഇപ്പോക്ക്, ഇറ്റ് കനോട്ട് ബി കൗണ്ടഡ് as one among the, or as it cannot be analyzed in terms of deep time. Rather it should be analyzed as deep time. അതിനെ ഡീപ്പ് ടൈം ആയിട്ട് അനലൈസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അങ്ങനെ ഡീപ്പ് ടൈം ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ റെപ്രസെൻറ്റേഷൻ്റെയും പെർസെപ്ഷൻ്റെയും ക്വസ്റ്റ്യൻ വരും. കാരണം നമ്മുടെ പെർസെപ്ഷനും റെപ്രസെൻറ്റേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മാധ്യമമൊക്കെ ഏത് ടൈമിലേ ഉള്ളൂ? ഹിസ്റ്റോറിക്കൽ ടൈമിലേ ഉള്ളൂ. കാരണം അവിടെയാണ് ഡോക്യുമെൻറ്റഡ് സോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ആന്ത്രപ്പോസീൻ ജിയോളജിക്കൽ ഇപ്പോക്കായിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അത് ഡീപ്പ് ടൈമിനെ ഇവോക്ക് ചെയ്യണം. പക്ഷേ അവിടെ ഡീപ്പ് ടൈം ആകുമ്പോൾ നമുക്ക് പെർസീവ് ചെയ്യാനും റെപ്രസെൻറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡീപ്പ് ടൈമിൻ്റെ കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പെർസെപ്ഷൻ്റെയും റെപ്രസെൻറ്റേഷൻ്റെയും. സോ ദാറ്റ് ഡെഫിനറ്റ്ലി ദാറ്റ് സെയിം പ്രോബ്ലം ഗോസ് വിത്ത് ആന്ത്രപ്പോസീൻ ഓൾസോ. ആൻഡ് ദിസ് problem is highlighted in Dibesh Chakrabarty's The Climate of History 4th thesis, which is your prescribed text. And here Dibesh points out that climate change challenges our capacity for historical understanding. കാരണം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ആന്ത്രപ്പോസീൻ ആണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മേജർ റീസൺസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റി ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആന്ത്രപ്പോസീൻ ആണെങ്കിൽ അതിനെ ഡീപ്പ് ടൈമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. Because the activities of human beings have have made consequences on the rock layers of earth. ആ രീതിയിൽ കാണുമ്പോൾ it can be counted only as deep time. And then how it will be understood historically, because historical time has a conflict with the deep time, because only with historical time goes perception as well as representation, whereas deep time does not have any tools, any such strategies to perceive and represent things. That is, human beings are affected by, അപ്പോൾ എന്താണ് അവിടെ പ്രശ്നം വരുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു ബുദ്ധിമുട്ട് വരും. നമുക്കറിയാം, നമ്മൾ ഓരോ കാലഘട്ടത്തെ പറ്റിയും പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ വാർമിംഗ്. So if you are encountering this crisis of global warming, you will start thinking about it, you will start studying about it, you will start researching on this particular problem, tracing the origin of this problem. And if it happens, definitely it comes in historical time. നമ്മളിങ്ങനെയൊക്കെ റിസർച്ച് ചെയ്ത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകണമെങ്കിൽ അവിടെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. പക്ഷേ നമുക്ക് എത്തിപ്പെടാൻ പ്രാപ്യമായതിനപ്പുറമുള്ള സമയമാണ് ജിയോളജിക്കൽ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ജിയോളജിക്കൽ ടൈമിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? വി ഹ്യൂമൻ ബീയിങ്സ് ആർ അഫക്റ്റഡ് ബൈ സെൻറ്റീനിയൽ ബ്ലൈൻഡ്നെസ്. എന്താണ് സെൻറ്റീനിയൽ എന്ന് പറയുന്നത്? സെൻറ്റിനൽ 100. So inability to understand future time frames longer than 100 years. 100 വർഷങ്ങൾക്ക് മുകളിൽ ഉള്ള കാലഘട്ടത്തെ പറ്റി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക, അതിനെയാണ് നമ്മൾ സെൻറ്റീനിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് സം പീപ്പിൾ ആർ അഫക്റ്റഡ് ബൈ ഡെസിമൽ ബ്ലൈൻഡ്നെസ്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് എന്താണ് കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പോട്ട് അല്ലെങ്കിൽ അതിന് ശേഷം എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവ്, ഒരു വിഷൻ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ 100 വർഷങ്ങൾക്ക് ശേഷമുള്ളത് അതിന് മുമ്പുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളതിനെ സെൻറ്റീനിയൽ എന്ന് പറയും. സം ബൈ ഡെസിമൽ ബ്ലൈൻഡ്നെസ് ബിയോണ്ട് 10 years span. And also there are some who are not able to even think
ബിയോണ്ട് ടുമോറോ. നാളേക്കപ്പുറം എന്ത് സംഭവിക്കുമെന്ന് പോലും ചിന്തിക്കാൻ താല്പര്യമില്ലാത്തവരോ ശേഷിയില്ലാത്തവരോ കാണും. ആൻഡ് സച്ച് പീപ്പിൾ ആർ സെഡ് ടു ബി എഫക്റ്റഡ് ബൈ ക്രാസ്റ്റിനൽ ബ്ലൈൻഡ്നെസ്. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചസിനെ പറ്റി പഠിക്കുമ്പോൾ എന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ടൈം സ്പാനിൽ നമ്മൾ പ്ലേസ് ചെയ്താൽ പോലും ഭാവിയിലേക്ക് ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, സോ വാട്ട് ആർ ദ ഫ്യൂച്ചർ കോൺസിക്വൻസ് ഓഫ് ദീസ് ക്ലൈമറ്റ് ചേഞ്ചസ് വിച്ച് റിസൾട്ടഡ് ഔട്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ആൻഡ് ദാറ്റ് thinking process is at times shattered by humans' inability to think beyond 100 years, which is called as sentinel blindness, and by certain human beings who don't have the ability to think even beyond 10 years. 10 വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാരൊക്കെ they have a vision whenever they put forth the party's manifesto in the election. They propagate that manifesto by saying that I want to make India, I want to build India in so and so forms in 2030, in 2040. That is the vision put forth by these parties by these national leaders, these political leaders in their manifesto. Similarly, human beings should also have that ability, should also have that nature to think beyond years. And if the human beings lack that vision to think beyond 100 years, that a person is said to be affected by sentinel blindness, that is inability to understand future time frames longer than 100 years. And certain people are affected by decimal blindness who don't have the ability to think beyond or to visualize beyond 10 years span, and also ക്രാസ്റ്റിനൽ ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ദിവേഷ് ചക്രവർത്തിയുടെ ഈ എസ്സേ വായിക്കുമ്പോൾ പിടികിട്ടും. എങ്ങനെയാണ് ഭാവിയിലേക്ക് നമ്മൾ ഇത്രയും വരെ ഹ്യൂമൻ ബീങ്സ് വളരെ സുപ്പീരിയർ ആയിട്ട് എർത്തിനെ കൺട്രോൾ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത്രയും വരെ. ഇനി ഭാവിയിലേക്ക് എന്തായിരിക്കും കണ്ടീഷൻ? ഇപ്പോൾ തന്നെ നമുക്ക് ഭാവിയെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ആസ്ട്രോളജേഴ്സ് മൈറ്റ് ഹാവ് പ്രിഡിക്റ്റഡ് ദ അറൈവൽ ഓഫ് ദിസ് പാൻഡമിക്. പക്ഷേ എല്ലാവരും 2020 വളരെ നല്ല വർഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് വാട്സപ്പിൽ കൂടെ ഒക്കെ ഒരുപാട് ട്രോളൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഭാവിയിലേക്കുള്ള എന്ത് കാര്യമാണ് അത്, അന്തരീക്ഷത്തെ എങ്ങനെയാണത് മാറ്റിമറിക്കാൻ പോകുന്നത്, അത് എന്തൊരു പ്രതിധ്വനിയാണ് നമ്മൾ പ്രകൃതിയിൽ കൂടി കേൾക്കുന്നത്, അതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ, അതിനെപ്പറ്റി കൂടുതലായിട്ട് ഭാവിയിലേക്ക് നോക്കി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ, അതെങ്ങനെ നമ്മളെ ബാധിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ എൻവയോൺമെൻറ്റലിസ്റ്റ് ഇക്കോളജിസ്റ്റൊക്കെ ഈ പ്രിസർവേഷൻ ഓഫ് റിസോഴ്സസിലേക്ക് അവരെപ്പോഴും ഇപ്പോൾ ഈയിടെ വന്ന എന്താണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് EIA ഡ്രാഫ്റ്റ് 2020 അത് നമ്മൾ വിത്ഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പെറ്റീഷനൊക്കെ സൈൻ ചെയ്യാനുള്ള കാരണം അതാണ്. ഭാവിയിലേക്ക് എൻവയോൺമെൻറ്റിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ഏത് രീതിയിലായിരിക്കും ഹാനികരമായിട്ട് നമ്മളുടെ ആക്ഷൻസ് ബാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള ഇന്നെബിലിറ്റി, അത് എത്ര വർഷത്തേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ ശേഷിയില്ലാത്തത്. അതിനെ ബേസ് ചെയ്ത് നമ്മളതിനെ സെൻറ്റീനിയൽ എന്നും ഡെസിമൽ എന്നും ക്രാസ്റ്റിനൽ എന്നും ഒക്കെ പേര് കൊടുക്കുന്നതാണ്. So all these are being represented in various forms of fictions, in various essays, and to some extent in certain poems also. So these points or these features are discussed as part of literary representations of the Anthropocene. So we have already seen what Anthropocene means. Then what is geological time? And Anthropocene is an unofficial representation or unofficially recognized as an age of or as a geological epoch, but it is not yet approved by IUGS, which is the International Union of Geological Sciences. And various theories are known about the origin of Anthropocene. In human beings, anthropo meaning man, human, and scene meaning new. ഇങ്ങനെ ഒരു പുതിയ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു വേൾഡിലേക്ക് വരാൻ എന്ന് മുതലാണ് തുടങ്ങിയത്. One theory is by the beginning of industrial evolution, another one is by the dropping of atomic bombs in 1945, and another one is with the great acceleration in 1950. So the three theories known about the origin of Anthropocene. And this term Anthropocene was coined and popularized by Eugene Stromer and Paul Crutzen. So remember these two names, Eugene Stromer and Paul Crutzen. Eugene Stromer ഓർത്തില്ലെങ്കിലും പോൾ ക്രട്സനെ മറന്നു പോകരുത്. So that is all about Anthropocene as a part of geologic time scale, as a geological epoch, then origin of Anthropocene, the body IUGS, and various literary representations of Anthropocene, which features historical time versus deep time. Then Anthropocene fictions depicting the major feature of scaling, that is spatially, temporally, as well as existentially. There is no curtailment in the Anthropocene narratives, whereas in existing narratives there is
there is curtailing, there is stopping within the purview of a particular time, within a particular space, as well as regarding the meanings defined in human terms. That is all about Anthropocene and the literary representations of Anthropocene. So in the coming sessions, we will have a discussion on Dipesh Chakrabarti as well as his essay, The Climate of History for Thesis. Okay, so thank you.